ചേട്ടാ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ 5 ഡ്രോണുകൾ നമ്മുടെ അതിർത്തി കടന്നെത്തിയിട്ടുണ്ട്. ആ ഡ്രോണുകളുമായ ഒരു പോരാട്ടം നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ ദേശീയ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ വിൽ നെവർ ലേൺ എന്നാണ് ചില ദേശീയ മാധ്യമങ്ങളിൽ നിന്നുകൊണ്ട് ചില ആങ്കർമാർ പൊട്ടിത്തെറിച്ചത്. യെസ്റ്റർഡേ ഈവനിങ് ഡ്രോൺസ് were sent into multiple areas of Jammu. For days, Pakistan has been fortifying positions along the LOC, deploying jammers, pushing SSG and terrorists forward, and using civilians as human shields എന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഒരിക്കലും പഠിക്കില്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ഇന്ത്യയിലേക്ക് ഡ്രോൺ അയച്ച് കളിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ പട്ടാളം ആ ഡ്രോണിനെ നേരിട്ടു, ഡ്രോണുകളെല്ലാം വെടിവെച്ചിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. അതിന്റെ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയി പൊക്കോണ്ടിരിക്കുകയാണ് എന്നുള്ളത് വേറൊരു കാര്യം. ഇതിനിടയിൽ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭീകരനായിട്ടുള്ള മസൂദ് അസർ, അയാളുടെ ഒരു ഭീഷണി കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് ആയിരക്കണക്കിന് ചാവേർ ബോംബർമാരുണ്ട്, കണക്കുകൾ പുറത്തു വന്നാൽ ലോകം ഞെട്ടും എന്നാണ് മസൂദ് അസർ പറഞ്ഞിരിക്കുന്നത്. ആയിരക്കണക്കിന് ചാവേർ ബോംബറുകൾ എന്നാണ് കേട്ടോ ബിജേട്ടാ പറഞ്ഞിരിക്കുന്നത്. 100 കണക്കിനൊന്നുമല്ല, അവൻ ആയിരക്കണക്കിന് ചാവേർ. എനിക്കത് കേട്ടിട്ട് സത്യം പറഞ്ഞ ചിരിയാണ് വരുന്നത്, ആയിരക്കണക്കിന് ചാവേർ ബോംബറുകൾ എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ അത് ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കാനുള്ളതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ, ആയിരക്കണക്കിന് ചാവേർ ബോംബറുകൾ. അപ്പോൾ അതും പിന്നെ ഈ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നിരന്തരമായിട്ട് ഇത്തരത്തിൽ ഈ ഡ്രോണുകൾ അയക്കുന്നതും ചേർത്ത് വായിച്ചാൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സിന്ദൂറിൽ നിന്ന് പാകിസ്ഥാൻ ഒന്നും പഠിച്ചില്ലെന്നാണോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ മറ്റെന്തെങ്കിലും ഒരു നീക്കത്തിന് തുടക്കമിടുകയാണോ? ഈ ഡ്രോണുകൾ അയക്കുന്നതിലൂടെ എന്തായാലും നമ്മളെ അറ്റാക്ക് ചെയ്യാനല്ല ഡ്രോണുകൾ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി സ്ഥലങ്ങൾ പഠിക്കാനാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധങ്ങൾ കടത്താനാണോ ഈ ഡ്രോണുകൾ? ഇനി പാകിസ്ഥാനിൽ നിന്ന് വന്നപ്പോൾ ഇതിന്റെ സോഴ്സ് എവിടെയാണ്? ഇത് ഭീകരന്റെ കയ്യിലിരിക്കുന്ന ഡ്രോണുകളാണോ, അല്ലെങ്കിൽ ISIയുടെ ഡ്രോണുകളാണോ? ഇതൊന്നും ഇതൊക്കെ ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നമ്മളിങ്ങനെ സിമ്പിളായിട്ട് പറയുന്നുവെങ്കിലും ഈ ഡ്രോണിന്റെ ഉറവിടം എവിടെ നിന്നാണെന്നുള്ളതിന് വലിയ പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ പിടിച്ചു കുലുക്കാൻ കെൽപ്പുള്ള വലിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനായിരിക്കും ഒരു ചെറിയ ഡ്രോൺ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് ഇന്നലെ ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്തത്. അപ്പൊ എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സത്യത്തിൽ ഇന്നലെ രാത്രിയിൽ ഈ ഡ്രോണിന്റെ വിഷ്വൽ വന്നിട്ടുണ്ടായിരുന്നു. വാർത്ത കണ്ടപ്പോഴത്തേനും ഞാൻ ശരിക്കും വിചാരിച്ച എന്താന്ന് വെച്ചാല്, പഴയ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഡ്രോണുകൾ ഇങ്ങനെ വന്നില്ലേ, അതിന്റെ കാരണം അത് നമ്മുടെ ഈ ന്യൂസ് ഫീഡിന്റെ ഇതല്ല, വീഡിയോസ് അല്ല, വീഡിയോ ഫുട്ടേജ് അല്ല, പകരം ആളുകൾ ഈ മൊബൈലിൽ പിടിച്ചിട്ട് ഇടുന്ന വീഡിയോ ഫുട്ടേജ്. അപ്പം അത് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ട് കാര്യമുണ്ട് ധനുഷ്. ഇപ്പൊ ഈ സമയം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഡ്രോൺ വിടാനുള്ളത്. അതിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ഈ ഡ്രോൺ എവിടെയൊക്കെയാണ് വന്നത് എന്നുള്ളതിനെ കുറിച്ച് ചെറിയ വിശദീകരണം കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അത് മാങ്കോട്ട് സെക്ടറിലാണ്, നമ്മുടെ ജമ്മു കാശ്മീരിലെ മാങ്കോട്ട് സെക്ടറിലാണ് ഇത് ഇങ്ങോട്ട് ഈ 5ഓളം ഡ്രോണുകൾ വന്നത്. ഇത് മാങ്കോട്ടിൽ തന്നെയുള്ള രജൌരിയിലെ ദൻസൽ ഗ്രാമം, റിയാസിലെ ഭരക് ഗ്രാമം, സാംബയിലെ രാംഗഡ് സെക്ടർ തുടങ്ങിയ ഇടങ്ങളിലേക്കാണ് ഈ ഡ്രോണുകൾ വന്നത്. ഇപ്പൊ ധനുഷ് പറഞ്ഞത് വളരെ കറക്റ്റ്. അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ സോഴ്സ് എവിടുന്നാണ്, പാക് സൈന്യമാണോ ഭീകരരാണോ എന്ന്. ഇതിനോട് ചേർത്ത് വയ്ക്കപ്പെടേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ചു നാൾക്ക് മുമ്പ് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ വാർത്ത കൊടുത്തിരുന്നു. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. നമ്മുടെ അതിർത്തി കടക്കാനായി 100 കണക്കിന് ഭീകരർ ലോഞ്ച് പാഡുകളിൽ തമ്പടിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ കൊടുത്തിരുന്നു. ഇന്നലെ വന്ന മറ്റൊരു വാർത്ത, ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് നാഷണൽ മീഡിയാസ് ഇന്നലെ കൊടുത്തൊരു വാർത്ത, 35ഓളം വിദേശ ഭീകരർ ജമ്മു കാശ്മീരിലുണ്ട് എന്ന് പറയുന്നു. ഇതിനിടയിലാണ് നമ്മുടെ ഈ പറയുന്ന മസൂദ് അസറിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നു. 1000ഓളം ചാവേറുകൾ ഇന്ത്യയിലേക്ക് കടക്കാൻ കാത്തിരിക്കുന്നു. അവർക്ക് പ്രതിഫലം വേണ്ട, പകരം ഷഹാദത്ത് അതായത് രക്തസാക്ഷിത്വം വഹിക്കുക, ചെയ്യുന്ന ജോലിക്ക് പ്രതിഫലമില്ലാതെ രക്തസാക്ഷിത്വം ദൈവത്തിന് വേണ്ടി വരിക്കുക എന്നുള്ളതാണ് ഷഹാദത്ത് എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വരിക്കാൻ തയ്യാറുള്ള 1000 പേര് ഉണ്ട് എന്ന് പറയുന്നു. ഇതാണ് എന്തുകൊണ്ട് ഇതാണ് ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞത്. ആ വാർത്ത എന്തുകൊണ്ട് ഈ സമയം തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ ആണ്. ആ യോടനുബന്ധിച്ച് ഒരു സ്ഫോടനം നടത്തുക എന്നുള്ളത് ഇപ്പോഴല്ല, എല്ലാ കാലത്തെയും റിപ്പബ്ലിക് ഡേക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ അന്നുമൊക്കെ ഇത് കണക്ക് നടത്തുക, ഉത്സവകാലങ്ങൾ കലക്കുക, ഇതൊക്കെയാണ് അവരുടെ ഒരു ഹോബികൾ പണ്ടോട്ടെ. പിന്നെ കുറച്ചാളായിട്ട് ഇതില്ല എന്നേ ഉള്ളൂ. ഇപ്പം അതിനുള്ള ഒരു നീക്കമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പാകിസ്ഥാനിൽ
അമേരിക്കൻ സൈനികരുണ്ട്. അമേരിക്കയും പാകിസ്ഥാനും ചേർന്ന് ഒരു സംയുക്ത സൈനിക അഭ്യാസം, 2 ആഴ്ചത്തെ സംയുക്ത സൈനിക അഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നു പാകിസ്ഥാൻ. അത് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന ഒരു സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നു. 3, ഇവിടെയാണ് ഇമ്പോർട്ടന്റ്. 3, അമേരിക്ക ഇറാനെ ഏത് നിമിഷവും ചിലപ്പോൾ അടിച്ചേക്കും. അമേരിക്ക ഇറാനെ അടിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ മുസ്ലിം സംഘടനകളും തീവ്രവാദ സംഘടനകളും പാകിസ്ഥാന് നേരെ വിരൽ ചൂണ്ടും. പാകിസ്ഥാൻ ഭരണാധികാരികളോട് ചോദിക്കും, നിങ്ങളൊരു മുസ്ലിം രാഷ്ട്രമല്ലേ, ഒരു മുസ്ലിമിനോട് ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുന്നു എന്നൊരു ചോദ്യം മുനീർ നേരിടേണ്ടി വരും. മുനീറിന് വല്ലതും പറയാൻ പറ്റൂ? ട്രംപ് എടുത്തിട്ട് ഉടുക്കില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഇന്ത്യൻ അതിർത്തി പോയി നിന്ന് മാന്തുക, ഇന്ത്യയുടെ അടിമേടിക്കുക. അപ്പം പാകിസ്ഥാനിലെ ജനങ്ങളെല്ലാം കൂടി ഇന്ത്യൻ അതിർത്തിയിലേക്ക് ശ്രദ്ധ പതിക്കും. അപ്പം ആ സമയം കൊണ്ട് ട്രംപ് വന്ന് അവിടെ ഇവിടെയും 2 ബോംബ് ഇടുക, ഇട്ട് കഴിയുമ്പോൾ സംഭവം ഫിനിഷ്. അത് കഴിയുമ്പം ഇന്ത്യയുടെ കയ്യിൽ ഇനിച്ചുറഞ്ഞ ഇന്ത്യ കയറി നന്നായിട്ട് കിട്ടുമല്ലോ എന്ന് വെച്ചുകൊണ്ട് പിന്നെ ചെയ്യത്തില്ല. ആ ഒരു ഷോർട്ട് ടൈമിലേക്ക് ഇത് ചെയ്തെടുപ്പിക്കുക, ഒരു ടെൻഷൻ നിലനിർത്തുക ബോർഡറിൽ, ഇന്ത്യ പാക് ബോർഡറിൽ ടെൻഷൻ നിലനിർത്തുക. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണിത്. രണ്ടാമത്തെ കാര്യം, ഈ മസൂദ് അസർ വലിയ രീതിയിൽ തന്നെ അവിടെ ഫണ്ട് പിരിവ് നടത്തുന്നുണ്ട്. അത് കഴിഞ്ഞ ദിവസം വന്നിരുന്നു ആ വാർത്ത, ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ അത് കൊടുത്തിരുന്നു. ഈ ഗസ ഫണ്ടുകളുടെ മറവിലും ഒപ്പം 300 പള്ളികൾ തകർന്നു. അപ്പൊ ആ പള്ളികൾ പുനരുദ്ധരിക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് ഇദ്ദേഹം ഫണ്ട് പിരിച്ചത്. പക്ഷെ ഈ ഫണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഈ ബംഗ്ലാദേശിലടക്കം ഈ ഭീകരരെ കൊണ്ടുവന്ന് വിടാനും ഒപ്പം തന്നെ ഭീകരർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാത്രമല്ല, മാസ്സായിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഈ ഭീകര സംഘടനകൾ നടത്തിയിരുന്നു പാകിസ്ഥാനിൽ. അവിടെയാണ് ഈ വനിതാ ഭീകര സംഘടനയൊക്കെ വന്നിരുന്നല്ലോ, വനിതാ ചാവേറുകളും ഒക്കെ വന്നിരുന്നു. അതൊരു മാസ് നടന്നു. അപ്പൊ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു നിസ്സാരമായിട്ടല്ല അത് ചെയ്തിരിക്കുന്നത്. അവരതിൽ പറയുന്ന ഒരു കാര്യം, അത് വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്രത്തോളം ഒരു മാസ് റിക്രൂട്ട്മെന്റ് അവിടെ നടന്നിരുന്നു, അവിടെ പാകിസ്ഥാനില്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേരെ ഭീകരരിലേക്ക് അവർ എത്തിച്ചിട്ടുണ്ട്. വനിതകളുടെ ഒക്കെ അടക്കമുള്ള ഒരു ബ്രിഗേഡിയും ഒക്കെ അവര് രൂപീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, അമേരിക്കയുടെ ഒരു പിന്തുണ ഇവര് ഉറപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ തിരിച്ചൊരു അറ്റാക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ത്യ അത് നടത്തുകയാണെങ്കിൽ 2 ഗുണമാണ് പാകിസ്ഥാനുള്ളത്. ഒന്ന്, അമേരിക്കയുമായിട്ട് ഇപ്പോൾ സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നതിനിടയിലേക്കാണ് ഈ ആക്രമണം വരുമ്പോൾ സ്വാഭാവികമായി തന്നെ അമേരിക്ക പ്രത്യക്ഷത്തിൽ ഇന്ത്യക്കെതിരെ തിരിയുമെന്ന് പാകിസ്ഥാനിലെ ഭരണാധികാരികൾ കണക്കുകൂട്ടുന്നു. 2, ഇറാനെ അമേരിക്ക ആക്രമിക്കുമ്പോൾ അതിൽ നിന്ന് പാകിസ്ഥാനിലെ ജനങ്ങളുടെയും ഷിയ വിഭാഗങ്ങളുടെയും ഒക്കെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് ഇന്ത്യയുമായ ഒരു ടെൻഷൻ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു. ഈ 2 കാര്യങ്ങൾ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അവിടുത്തെ ഭീകരന്മാരൊക്കെ അപമാനിതരായി ഇരിക്കുന്ന ഒരു സമയമാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് കുടുംബം വരെ ഇന്ത്യ കയറി വെളുപ്പിച്ചു. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു അപമാന ഭാരത്താൽ ഈ നമ്മൾ ഈ പറയുന്ന മസൂദ് അസറിനെ പോലെയുള്ള അതുപോലെയുള്ള ആളുകൾ, കസൂരിയെ കണക്കുള്ള ആളുകളൊക്കെ വീണ്ടും സജീവമാകുകയാണ്. ഞങ്ങൾ ഇന്ത്യയെ വെല്ലുവിളിക്കുന്നു. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ദില്ലി സ്ഫോടനം അവരുടെ പാളിയ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ജനുവരി 26-ന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഒപ്പിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് കൂടുതൽ ഫണ്ട് കളക്ട് ചെയ്യാനും മുമ്പോട്ട് പോകാനും കഴിയും. അങ്ങനെ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ ഡ്രോണിന്റെ ഒരു അതിർത്തി കടന്നുള്ള ഒരു വരവ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അതാണോ ധനുഷ് നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ ഇതിന്റെ സോഴ്സ് ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ കഴിയൂ. ഏതായാലും സൈന്യം കനത്ത ജാഗ്രത ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഗ്രാമങ്ങൾക്ക് വലിയ രീതിയിൽ തെരച്ചിൽ നടത്തുകയാണ്. ഈ ഡ്രോണുകൾ വഴി വെപ്പൺസോ ഇല്ലെങ്കിൽ മയക്കുമരുന്നുകളോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ വിട്ടത്? ഇനി ഈ ഡ്രോണുകൾ കടത്തിവിടുമ്പോൾ സ്വാഭാവികമായ അതിർത്തിയിലുള്ള നമ്മുടെ സൈന്യത്തിന്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിയും. ആ സമയം നോക്കി ഡ്രോണുകളുടെ ഭാഗത്തേക്ക് തിരിയും. ആ സമയം നോക്കി നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ, കാരണം പാക് റേഞ്ചേഴ്സ് ഉണ്ട്, നമ്മുടെ BSF കണക്കുള്ള ഈ പാക് റേഞ്ചേഴ്സിന്റെ മെയിൻ പരിപാടി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതിർത്തി വെടിവെപ്പ് നടത്തും ഇങ്ങോട്ടേക്ക്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ സൈന്യം തിരിച്ചടിക്കും. ഈ വെടിവെപ്പിന്റെ ഒരു മറപിടിച്ചുകൊണ്ട് ഈ ഭീകരവാദികൾ നുഴഞ്ഞു കയറുമായിരുന്നു. ഒരു സൈഡിൽ വെടിവെപ്പ് നടക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോവുകയും മറുഭാഗത്തോട് ഇവർ നുഴഞ്ഞു കയറുമായിരുന്നു മുമ്പ് പഴയ കാലത്ത്. ഇപ്പോഴത് സാധ്യമല്ല. കാരണം അത്രത്തോളം ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഇപ്പൊ നമ്മൾ. അത് ആധുനിക സംവിധാനങ്ങൾ നമ്മൾ നമ്മുടെ ബോർഡറുകളിൽ യൂസ് ചെയ്ത് തുടങ്ങിയതിനു ശേഷം ആ വകുപ്പ് നടക്കത്തില്ല. അത് ഇടക്കാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന ഈ ഹമാസിന്റെ മോഡൽ തുരങ്കങ്ങളായിരുന്നു. ആ തുരങ്കങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തുകയും അത് പൂർണ്ണമായി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം നമ്മുടെ സൈന്യത്തിന് ഒരു കീറാമുട്ടിയായിട്ട് നിന്നിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചെങ്കുത്തായ മലനിരകളിലും മറ്റുമുണ്ടായിരുന്ന ഗുഹകളിൽ ഇവർ തമ്പടിക്കുമായിരുന്നു. അത് കുറച്ചൊക്കെ നമുക്ക് നശിപ്പിക്കാനായിട്ട് നമുക്ക് ആധുനിക രീതിയിലുള്ള ആയുധങ്ങളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. നമുക്കറിയാം, അതിന്റെ വീഡിയോസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകും. ഈ ചെങ്കുത്തായ മലകളുടെ ഇടയിലുള്ള ഗുഹയിലൊക്കെ നമ്മുടെ സൈന്യം കൊണ്ടുപോയിട്ട് ഈ ചെറിയ ഡിറ്റനേറ്റർ ആയിരിക്കാം ഒരുപക്ഷെ
കൊണ്ടുവെക്കുന്നു. എന്നിട്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പൊട്ടിച്ച് കളയുന്നതാണ്. ആ ഗുഹയുടെ അവിടെ ഇതുകൊണ്ട് വെച്ച് സൈഡിൽ ഇതുകൊണ്ട് വെച്ചിട്ട് ദൂരെ നിന്ന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചിട്ട് അത് അതിന്റെ വിഷ്വൽസ് ഇഷ്ടം പോലെ കിട്ടും. ഈ ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇന്ത്യൻ സേന ഇത് നശിപ്പിക്കുന്നത്. അതിനകത്ത് ആളുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. ഗുഹയ്ക്കകത്ത് ഭീകരരുണ്ടോ ഇല്ലെന്ന് അതൊന്നും അതിനകത്തൊന്നും പറയുന്നില്ല. നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം ഇനി അവർ വന്നാൽ ഇരിക്കാൻ കഴിയരുത് എന്നുള്ളതായിരിക്കാം. ഇനി അഥവാ അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ അങ്ങനത്തെ കലാപരിപാടികളൊക്കെ നിർത്തി. പക്ഷെ എങ്കിലും നുഴഞ്ഞു കയറാൻ ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഈ പലപ്പോഴും നമ്മുടെ അതിർത്തികളെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ കുറച്ച് ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ ഈ കേരളം പോലെ, കേരളം തമിഴ്നാട് ബോർഡർ പോലെയോ ഒക്കെ ആയിരിക്കും ഈ ജമ്മു കാശ്മീരിന്റെയും ഇല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ ഒക്കെ ബോർഡർ എന്ന്. അങ്ങനെ ആ ഒരു സ്ട്രക്ചറേ അല്ല ഇതിനൊക്കെ. ഒരു ഭാഗം മഞ്ഞുമലകളാൽ മൂടപ്പെട്ട് കിടക്കുന്നു, മറ്റൊരു ഭാഗം ചെങ്കുത്തായ മലകളും വനങ്ങളുമായി മൂടപ്പെട്ട് കിടക്കുന്നു. പിന്നെ ബംഗ്ലാദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ഒരു അതിർത്തിയേ ഇല്ല. നമുക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ വേലി കെട്ടുക തന്നെ വളരെ ദുഷ്കരമാണ്. ഭയങ്കര ഭാരിച്ച ചെലവ് വരുന്ന ഒരു കാര്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യ ബോർഡറിനകത്ത് വേലി കെട്ടുക. പക്ഷെ അതിലും ഒരു വലിയ നേട്ടം ഈ നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ട്. അസമിലും ത്രിപുരയിലും അവർ കുറച്ചൊക്കെ അത് കെട്ടിക്കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞു. കാരണം ഇത് കെട്ടാനുള്ള ഒരു പ്രധാന തടസ്സം ഇതിനകത്ത് നദികളും ഉണ്ട് ഈ ബോർഡർ ഭാഗത്ത്. അപ്പൊ ഇതിനെയൊക്കെ ക്രോസ് ചെയ്ത് കവർ ചെയ്ത് കെട്ടുക എന്നുള്ളത്, ഇത് കെട്ടുക എന്നുള്ളത് വെറുതെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ പറമ്പിന്റെ വേലി കെട്ടുന്നതിനെ കെട്ടാൻ പറ്റില്ല. ആ രാജ്യത്തിനെ കൂടെ വിളിച്ച് ബോധ്യപ്പെടുത്തിയതിനു ശേഷം വരെ നമുക്ക് ഇത് കെട്ടാൻ പറ്റില്ല. കാരണം ഒരു അതിർത്തിയാണല്ലോ. നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ അല്ലേ. നമ്മൾ വേലി കെട്ടുമ്പോൾ അയൽക്കാരനെ വിളിച്ച് പറയും ഞാൻ വേലി കെട്ടുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് പരമ്പരാഗതമായി വേലി ഉണ്ടാകണം. പണ്ട് തൊട്ട് നമ്മൾ സർവേക്കല്ലിൽ ഇട്ട് വേലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അയൽക്കാരനെ വിളിക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നമ്മൾ വിളിക്കുമല്ലോ. പഞ്ചായത്ത് മെമ്പർ ചിലപ്പോൾ വരും. പ്രശ്നം രൂക്ഷമാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നാളെ വരും, ചിലപ്പോൾ പോലീസും വരും. അപ്പം ഇത് തന്നെയാണ് രാജ്യത്തിന്റെ കഥയും. വ്യത്യാസമൊന്നുമില്ല. മനുഷ്യന്റെ കഥയും രാജ്യത്തിന്റെ കഥയും വ്യത്യാസമൊന്നും ഇതും തന്നെയില്ല. അപ്പം ഇങ്ങനെയുള്ള ബോർഡറിലേക്കാണ് ഇന്നലെ ഒരു ഡ്രോണിന്റെ ഇത് വന്നിരിക്കുന്നത്. അത് വളരെ ഗൗരവതരമായിട്ടൊരു കാര്യമാണ്. കാരണം ഇത്തവണത്തെ നമ്മളുടെ റിപ്പബ്ലിക് ഡേക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന്റെ കഴിഞ്ഞിട്ടുള്ള ഇതാണ്. നരേന്ദ്രമോദി ഡൗണായി എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇന്ത്യയിലെ ജനാധിപത്യ രീതിയിൽ നടന്ന പ്രക്രിയകളിലൂടെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടി നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന മോദിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഗസ്റ്റുകളായിട്ട് എത്തുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ്. ഇത്തവണ ഗസ്റ്റുകളായിട്ട് എത്തുന്നവരുടെ മുമ്പിലേക്ക് യൂറോപ്യൻ യൂണിയനിലേക്ക് ഒരു ഫ്രീ ട്രേഡിംഗ് കരാറിന്റെ ഒരു അവസാന മിനുക്കുപണികളുമായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ട്രംപ് നമ്മളെ താരിഫ് ഉയർത്തിയതിന്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ചുറ്റോട് ചുറ്റും സംഘർഷം നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ്. ഒപ്പം തന്നെ ഇറാനും അമേരിക്കയും ഒക്കെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലാണ്. പുടിൻ വന്നു മടങ്ങിയതിന്റെ ആ ഒരു ഉന്മേഷത്തിലാണ്. ചൈനയുമായിട്ട് ഊഷ്മളമായ ഒരു ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു റിപ്പബ്ലിക് ഡേ ആണ് നമുക്ക് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കടന്നു വരാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പകിട്ട് കുറയ്ക്കാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവരോ ഇല്ലെങ്കിൽ ഇവർ ബാക്ക് ചെയ്യുന്ന ഖാലിസ്ഥാൻ ഭീകരവാദികളോ ഇല്ല എങ്കിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ ഉൾഫ കെ എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പുകളോ അങ്ങനെയുള്ള ടീമുകളൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ശ്രമിക്കാം. ഇനി ബംഗ്ലാദേശിന്റെ ബോർഡറിലും ചിലപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും നീക്കം നടക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏതായാലും നമ്മളെ സംബന്ധിച്ച് ഏറെ അഭിമാനിക്കാനും ഒപ്പം തന്നെ അതിർത്തികളിലടക്കം ഒരു ജാഗ്രതയിലും ഉള്ള ഒരു റിപ്പബ്ലിക് ഡേ ആയിരിക്കും ഈ ജനുവരി 26-നുള്ളത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം.